മരണം എന്നുള്ളത് ഇന്നും നിഗൂഢമായി തുടരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില മരണങ്ങളുണ്ട് ഇന്നും സോൾവ് ചെയ്യപ്പെടാത്ത മിസ്റ്ററിയായി തുടരുന്നവ. അത്തരത്തിലുള്ള ചില മരണങ്ങളെ പറ്റി നമ്മുടെ ചാനലിൽ മുമ്പേ ഞാൻ കുറച്ച് കഥകൾ ചെയ്തിട്ടുണ്ട്. ദ വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ, ആത്മാക്കൾ നശിപ്പിച്ച പെൺകുട്ടിയുടെ കഥ, ഇവയെല്ലാം അതിനുദാഹരണമാണ്. സമയം കിട്ടുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി ആ കഥ കൂടി ഒന്ന് കണ്ടേക്കണേ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ദുരൂഹമായി മരണപ്പെട്ട ഒരു ഫാമിലിയുടെ കഥയാണ്. പക്ഷേ അവരുടെ മരണത്തിന്റെ കാരണം ഇന്നും ഒരു മിസ്റ്ററിയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ടെക്നോളജി എത്ര വളർന്നാലും പോലീസ് എത്ര അഡ്വാൻസ് ആയാലും ചില ചോദ്യങ്ങളുടെ ഉത്തരം ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമായിരിക്കും. അത്തരത്തിലുള്ള ഒരു കേസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ദ മിസ്റ്ററി ഓഫ് ജെയിംസൺ ഫാമിലി. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു കാര്യം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചതിനു ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കണേ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ജെയിംസൺ ഫാമിലിയിലെ അച്ഛൻ ബോബി ജെയിംസൺ, അമ്മ ഷെർലി ജെയിംസൺ, 6 വയസ്സുള്ള മകൾ മാഡിസൺ ജെയിംസൺ, കൂടാതെ അവരുടെ ഒരു നായക്കുട്ടി. ഇത്രയും പേരെ 2009 ഒക്ടോബർ 8-ാം തീയതി കാണാതെയാകുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇവരുടെ വീട്ടിലേക്ക് ആരും തന്നെ അതിക്രമിച്ച് കടന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല. വീടെല്ലാം ഭദ്രമായി പൂട്ടിക്കിടക്കുക തന്നെയായിരുന്നു. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അതിനുള്ള സാധ്യതയും കാണാൻ സാധിച്ചില്ല. മാത്രമല്ല അവർക്ക് പണം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോളും വന്നതുമില്ല. പക്ഷേ ഒരു കുടുംബം ഒന്നാകെ കാണാതെയായിരിക്കുന്നു. ഈ കേസിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. 8 ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ആദ്യത്തെ ക്ലൂ ലഭിക്കുകയാണ്. കാട്ടിൽ വേട്ടയാടാൻ പോയ കുറച്ച് ഹണ്ടേഴ്സ് കാട്ടിന് നടുവിൽ ഒരു കാർ നിർത്തിയിട്ടതായി കണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ആ കാറ് ജെയിംസൺ ഫാമിലിയുടേതാണ്. ലോക്ക് ചെയ്തിട്ടുള്ള ആ കാറിൽ നിന്നും ബോബി ജെയിംസന്റെ മൊബൈലും പേഴ്സും ഷെർലി ജെയിംസന്റെ ഹാൻഡ് ബാഗും പിന്നെ 8 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന നായക്കുട്ടിയെയും അവർ കണ്ടെടുക്കുന്നു. മാത്രമല്ല ഈ കാറിനുള്ളിൽ ഒരു ബാഗിൽ പൊതിഞ്ഞ നിലയിൽ 20 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുക്കുന്നുണ്ട്. കാറിൽ നിന്ന് കിട്ടിയ ബോബി ജെയിംസന്റെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ബോബി ജെയിംസന്റെ 6 വയസ്സായ പെൺകുട്ടിയുടെ ഫോട്ടോ അതിൽ എടുത്തതായി കാണുന്നത്. അത് അവർ മിസ്സാകുന്നതിന്റെ ഒരു ദിവസം മുമ്പ് എടുത്തതായിരുന്നു. മാത്രമല്ല അവരുടെ കാറിലെ ഗൂഗിൾ മാപ്പിൽ അടുത്തതായി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ഗൂഗിൾ മാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോൾ പോലീസ് എത്തിപ്പെട്ടത് ഒരു വനത്തിന്റെ നടുവിലായിരുന്നു. അവിടെ ആകെ പരിശോധിക്കുമ്പോൾ അവിടെ 5 പേരുടെ ഫുട് പ്രിന്റ് പോലീസിന് കാണാൻ സാധിച്ചു. അതിൽ ഒരു ഫുട് പ്രിന്റ് ചെറിയ ഒരു കുട്ടിയുടേതായിരുന്നു. ഇത്രയേറെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അതിനുശേഷം പോലീസ് 2 മാസക്കാലം അതികഠിനമായി അന്വേഷിച്ചിട്ടും ഈ കേസിന്റെ മറ്റൊരു തുമ്പും കണ്ടുപിടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഒരു മിസ്സിംഗ് കേസായി പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 4 വർഷങ്ങൾക്കപ്പുറം അതേ കാട്ടിൽ വേട്ടയാടാൻ പോയ കുറച്ച് വേട്ടക്കാർ അകലെയായി ഒരു തുണി കിടക്കുന്നത് കാണുന്നു. ആ തുണി എടുത്തു മാറ്റിയപ്പോൾ അതിനടിയിൽ 3 സ്കെലട്ടൺ, 3 അസ്ഥികൂടങ്ങളാണ് അവർക്ക് കാണാനായത്. അവർ നേരെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. പോലീസ് വന്ന് നോക്കുമ്പോൾ അതിൽ 2 സ്കെലട്ടൺ മുതിർന്ന ആളുകളുടെയും 1 ചെറിയ ഒരു കുട്ടിയുടെയുമായിരുന്നു. ജെയിംസൺ ഫാമിലിയെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാകാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അത്തരത്തിൽ ജെയിംസൺ ഫാമിലിയെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ 10 ലക്ഷം രൂപ വരെയുള്ള കാറിനുള്ളിലെ 20 ലക്ഷം രൂപയും നഷ്ടപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ കാട്ടിലകപ്പെട്ട ജെയിംസൺ ഫാമിലിയെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതായിരിക്കാം. പക്ഷെ കാട്ടിൽ നിർത്തിയിട്ടിട്ടുള്ള അവരുടെ കാറിന് ഒരു പോറലും ഏറ്റിരുന്നില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണവും പോലീസ് തള്ളിക്കളയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള മർഡർ കേസുകളും ഒരുപാട് നടക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത, ഞാൻ ചുമ്മാ ഈ കേസിന് ഒരുപാട് ബിൽഡപ്പ് കൊടുക്കുകയാണോ എന്നുള്ളത്. പക്ഷേ ആ സമയത്താണ് പോലീസിന് ജെയിംസൺ ഫാമിലിയുടെ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. ഇവർ കാണാതാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ബോബി ജെയിംസണും ഷെർലി ജെയിംസണും കൂടി കാറിലേക്ക് വീട്ടിലെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ഫൂട്ടേജ് ആയിരുന്നു അവർക്ക് ആദ്യം ലഭിച്ചത്. ആ ഫൂട്ടേജ് പരിശോധിച്ച പോലീസിന് ചില സംശയങ്ങൾ ഉദിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഇവർ കാറിലേക്ക് സാധനങ്ങൾ കയറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായ ഇവർ ഈ 2 മണിക്കൂറും പരസ്പരം സംസാരിച്ചതേയില്ല. വെറും യന്ത്രങ്ങളെപ്പോലെ സാധനങ്ങൾ എടുക്കുകയും നേരെ നടന്ന് കാറിൽ വെക്കുകയുമാണ് ചെയ്തിരുന്നത്. മാത്രമല്ല ചില സമയങ്ങളിൽ ഇവർ ആരും നിയന്ത്രിക്കുന്നത് പോലെ
സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പോലീസിനെ വളരെ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് ആഴ്ത്തി. പോലീസിന് മറ്റൊരു സംശയം ഉദിക്കുകയാണ്. ഇവരെ കൊലപ്പെടുത്തിയത് ഒരുപക്ഷെ ഒരു കൾട്ടായിരിക്കാം. കൾട്ട് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ക്രിസ്ത്യൻ ബൈബിളിനെയും യേശുവിനെയും അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ കൾട്ടിലുള്ളവർ സാത്താനെ ആരാധിച്ചും ആഭിചാരക്രിയകൾ നടത്തിയും ആത്മാക്കളോട് സംസാരിച്ചുമായിരുന്നു ജീവിച്ചിരുന്നത്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആരാർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത മലമുകളിലോ അല്ലെങ്കിൽ കാടുകളുടെ നടുവിലോ ഇവർ കൾട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ജേമിസൺ ഫാമിലിയുടെ തിരോധാനം ഒരു നിഗൂഢമായ കേസായതുകൊണ്ട് തന്നെ അത് ഒരുപാട് TV ഷോകളായും ഡോക്യുമെന്ററികളായിട്ടും പുറത്തു വരുന്നുണ്ട്. ഇത്രയേറെ നിഗൂഢമായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവിടെ ആ പ്രോഗ്രാം വൻ വിജയമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം കണ്ട് ഷേർലി ജെയിംസന്റെ ഫ്രണ്ടായ നിക്കി ഷെർണോൾഡിന് ഒരു കോൾ വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൾട്ടിലെ അംഗമായിരുന്നു. ആ കൾട്ടിന്റെ ഉദ്ദേശം കൊല്ലുക എന്ന് മാത്രമായിരുന്നു. അവരുടെ വാണ്ടഡ് ലിസ്റ്റിൽ, കൊല്ലാനുള്ളവരുടെ ലിസ്റ്റിൽ ഷേർലി ജെയിംസന്റെ പേര് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കേട്ട നിക്കി ഷെർണോൾഡ് സംസാരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ആ കൾട്ടിന്റെ പേരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് രണ്ടിനും മറുപടി പറയാതെ ആ സ്ത്രീ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം നിക്കി ഷെർണോൾഡ് ഇത് പോലീസിനെ അറിയിക്കുന്നുണ്ട്. പോലീസ് ആ കോളിലെ ഉറവിടം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം പോലീസ് വീണ്ടും ജാമിസൺ ഫാമിലിയുടെ വീട് സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പോഴാണ് അവർക്ക് ആ വീട്ടിൽ നിന്നും ഒരു വിച്ച് ബൈബിൾ കിട്ടുന്നത്. വിച്ച് ബൈബിൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ ബൈബിളിൽ യേശുവിനെ പറ്റിയും യേശുവിനെ ആരാധിക്കുന്നതിനെ പറ്റിയുമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ വിച്ച് ബൈബിളിൽ സാത്താനെ സേവിക്കുന്നതിനെ പറ്റിയും ആഭിചാരക്രിയകൾ ചെയ്യുന്നതിനെ പറ്റിയും ആത്മാക്കളോട് സംസാരിക്കുന്നതിനെ പറ്റിയും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നതിനെ പറ്റിയുമെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ബൈബിളിനെ പറ്റി കൂടുതൽ അറിയാനായി പോലീസ് അടുത്തുള്ള ചർച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് ചർച്ച് ഫാദർ മറ്റൊരു കാര്യം പറയുന്നത്. ജേമിസൺ ഫാമിലി കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബോബി ജേമിസൺ ഇവിടെ വന്നിരുന്നു, കുമ്പസരിക്കുകയും ചെയ്തിരുന്നു. കുമ്പസരിക്കുവാൻ കാരണമായ പാപം എന്താണെന്ന് ചർച്ച് ഫാദർ ബോബിയോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാൻ സാത്താനോട് സംസാരിച്ചു. അപ്പോഴാണ് ഷെർലി ജെയിംസന്റെ അമ്മ മറ്റൊരു കാര്യം പറയുന്നത്. ഷെർലി ജെയിംസനൊപ്പം ഒരു ദിവസം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നായി സംസാരിച്ചിരുന്ന ഷെർലി പെട്ടെന്ന് മറ്റാരെയോ പോലെ പെരുമാറാൻ ആരംഭിച്ചു. ആ വിജനമായ സ്ഥലത്ത് വാഹനം നിർത്തി അമ്മയോട് പുറത്തിറങ്ങി പോകുവാൻ പറയുകയും ചെയ്തു. അമ്മ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഷെർലി ജെയിംസൺ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഫാദർ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. ഒരു ദിവസം രാത്രി ബോബി ജേമിസൺ ചർച്ചിലേക്ക് രാത്രി വിളിക്കുകയുണ്ടായി. അദ്ദേഹം മറുതലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് ഫാദറിനോട് സ്പെഷ്യൽ ബുള്ളറ്റുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മനസ്സിലാവാത്ത ഫാദർ എന്താണ് സ്പെഷ്യൽ ബുള്ളറ്റ് എന്ന് ചോദിച്ചപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമയിൽ കണ്ടതാണ്. കെട്ട ആത്മാക്കൾ വരുമ്പോൾ ഈ സ്പെഷ്യൽ ബുള്ളറ്റ് വെച്ച് ഷൂട്ട് ചെയ്താൽ ആ ആത്മാക്കൾ ഉടനെ നശിച്ചു പോകുന്നുണ്ട്. അത്തരത്തിലുള്ള സ്പെഷ്യൽ ബുള്ളറ്റുകൾ അവർക്ക് ചർച്ചിൽ നിന്നാണ് ലഭിച്ചത്. ഫാദറുടെ കയ്യിൽ അത്തരത്തിലുള്ള സ്പെഷ്യൽ ബുള്ളറ്റുകളുണ്ട്. എൻ്റെ കൺമുന്നിൽ ഇപ്പോൾ ഒരു കെട്ട ആത്മാവ് നിൽക്കുന്നുണ്ട്. ഇതത്രയും പറയുന്നത് ജേമിസൺ ഭയത്തിൽ കരഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കാൻ ഫാദർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ജേമിസൺ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഫോൺ കട്ടാവുകയും ചെയ്തു. അതിനുശേഷം ജേമിസൺ ഫാമിലിയെ ആരും തന്നെ കണ്ടിട്ടില്ല. ജേമിസൺ ഫാമിലിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ്? എന്തിനാണ് ജേമിസൺ ഫാമിലി CCTVയിൽ അത്ര വിയേർഡായിട്ട് പെരുമാറിയത്? ഷെർലി ജെയിംസൺ സ്വന്തം അമ്മയോട് ഇത്തരത്തിൽ പെരുമാറിയത് എന്തുകൊണ്ടാണ്? സ്പെഷ്യൽ ബുള്ളറ്റ് ചോദിച്ച് ചർച്ചിൽ വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും? മാത്രമല്ല ഈ ഫാമിലിയുടെ തിരോധാനത്തിന് പിന്നിലും കൊലപാതകത്തിന് പിന്നിലും ആരായിരിക്കും? ഇത്രയും ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. ഇത് ഇന്നും ദുരൂഹമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ദ മിസ്റ്ററി ഓഫ് ജേമിസൺ ഫാമിലി എന്ന് ടൈപ്പ് ചെയ്താൽ ഒരുപാട് TV ഷോകളും ഡോക്യുമെൻ്ററികളും കഥകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുവാനും ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.